കേരളത്തിൽ ഇന്ന് ജനഹൃദയങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഏറ്റവും വലിയ പോരാട്ടത്തിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് മാഫിയക്കെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ എന്ന ദൗത്യം വലിയ തരംഗമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും പല സ്കൂളുകളിലും അതുപോലെ കോളേജുകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോട്ടയത്ത് കാരിത്താസ് ആശുപത്രിയിൽ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പല കോളേജുകൾ സ്കൂളുകളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിളംബര ഘോഷയാത്രകൾ ജാഥകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി എന്ന് തിരിച്ചറിഞ്ഞ് പൊതുജനം, പ്രത്യേകിച്ച് സ്ത്രീകളും അമ്മമാരും ഈ ഒരു പോരാട്ടത്തിന് മുന്നിൽ ഉറച്ചു നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ മുൻ ഭരണകൂടത്തിൻ്റെ വലിയ തോതിലുള്ള വീഴ്ചകൾക്കെതിരെ ജനവികാരം ആഞ്ഞടിച്ചതിൻ്റെ പ്രധാന കാരണം കൂടിയായിരുന്നു ഈ ഒരു ലഹരി വ്യാപനം എന്ന് കൂടി പറയാതിരിക്കാൻ പറ്റില്ല. സംസ്ഥാന അതിർത്തികളിലും അതുപോലെ ഈ അതിർത്തികൾ കടന്ന് വിദേശ രാജ്യങ്ങൾ വരെ വേരുറപ്പിക്കുന്ന അന്താരാഷ്ട്ര നാർക്കോട്ടിക് മാഫിയക്കെതിരെ ചെന്നിത്തലയുടെ ഒരു യുദ്ധത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും അയൽ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെയും പൂർണ്ണ പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ ജനങ്ങളിലേക്ക് എത്രത്തോളം ഇറങ്ങിച്ചെന്നു എന്നറിയാൻ പെരുമ്പാവൂർ എന്ന പ്രദേശത്ത് ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി നടത്തിയ ഇടപെടലുകൾ മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതിയാകും. അതുകൊണ്ട് മാത്രം അവിടെ തീർന്നു എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഏതാണ്ട് 90% ലഹരി അവിടെ അവസാനിച്ചെന്ന് കൂടി പറയണം. രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളുടെ പ്രധാന താവളമായിട്ട് പെരുമ്പാവൂർ മാറിയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 10 മുതൽ 200ഓളം തൊഴിലാളികൾ വരെ ജോലി ചെയ്യുന്ന 800-ലധികം പ്ലൈവുഡ് വ്യവസായ യൂണിറ്റുകളാണ് ഇവിടെയുള്ളത്. അസം, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് പുറമെ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും വാരാന്ത്യങ്ങളിൽ ഒത്തുചേരുന്ന ഒരു വലിയ ഹബ്ബായിട്ട് പെരുമ്പാവൂർ രൂപപ്പെട്ടു. അതായത് ഒരു ആഴ്ചയുടെ അവസാന ദിവസം, ഒരു ഞായറാഴ്ച ആയിക്കോട്ടെ, ഇവരെല്ലാം ഒത്തുകൂടുന്നൊരു ഹബ്ബാണ് ഈ പറഞ്ഞ പെരുമ്പാവൂർ എന്ന് പറയുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ഒരു ജനബാഹുല്യത്തെ മറയാക്കി പെരുമ്പാവൂരിൻ്റെ തെരുവുകളിൽ പരസ്യമായിട്ട് ലഹരി വിൽപ്പനയും പെൺവാണിപ്പും അതുപോലുള്ള അരാജകത്വം പിടിമുറക്കാൻ തുടങ്ങിയിട്ട് തന്നെ കാലങ്ങളായി എന്ന് വേണം എടുത്തു പറയുന്നത്. പ്രധാനപ്പെട്ട സത്യം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നാടിനെ രക്ഷിക്കാൻ ഓപ്പറേഷൻ തൂഫാൻ എന്ന ദൗത്യവുമായിട്ട് ആഭ്യന്തര വകുപ്പ് നേരിട്ട് കളം പിടിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ലഹരി മാഫിയ എന്ന വൻ ശൃംഖലയുടെ ഏറ്റവും താഴെത്തട്ടുള്ള വിതരണക്കാർ മാത്രമാണ്. ഇവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് പെരുമ്പാവൂരിലും സംസ്ഥാനത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും സ്വാധീനമുള്ള ചില മലയാളി വ്യവസായികളാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഇതിനെതിരെ പെരുമ്പാവൂരിലെ ഒരു പൊതുപ്രവർത്തകൻ ഒറ്റയ്ക്ക് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അവിടുത്തെ ഒരു പ്രമുഖ വ്യാപാരിക്ക് അസമിൽ സ്വന്തമായിട്ട് കഞ്ചാവ് തോട്ടങ്ങൾ വരെ ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടതോടെ ജീവന് ഭീഷണിയെ തുടർന്ന് ആ പൊതുപ്രവർത്തകന് സ്വന്തം നാട് പോലും വിടേണ്ടി വന്നു. ഇത്രയും ആഴത്തിൽ വേരുറപ്പിച്ചിട്ടുള്ള ഒരു മാഫിയക്കെതിരെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ആവേശകരമായിട്ടുള്ള ഒരു വേട്ടയാടൽ നടത്തുന്നത്. ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് അടയാളപ്പെടുത്താൻ ഈ ഒരു പോരാട്ടം മാത്രം മതിയാമെന്നുകൂടി ഈ സാഹചര്യത്തിൽ പറയുകയും വേണം. ഓപ്പറേഷൻ തൂഫാൻ വഴി സംസ്ഥാനത്തെ ലഹരിമുക്തമാക്കാൻ ഇറങ്ങിത്തിരിച്ച രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം നടത്തിയ മറ്റൊരു നിർണായക നീക്കത്തിൻ്റെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടോ കേരളത്തിലെ ചില മാധ്യമങ്ങളോ പൊതുസമൂഹങ്ങളോ ഈ വിഷയം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തില്ല എന്നൊരു ആക്ഷേപം കൂടി ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാനത്തെ അഴിമതി തുടച്ചു നീക്കാൻ ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ടത് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്നാൽ കഴിഞ്ഞ ഭരണകാലത്ത് വിജിലൻസിൻ്റെ പദവികൾ വെറും രണ്ടാംകിടയായി മാത്രം തരം താഴ്ത്തപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. മുൻ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന DGPമാർക്ക് വിജിലൻസിൻ്റെ അധിക ചുമതല നൽകുന്ന ഈ പറഞ്ഞ കഷ്ടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഈ കേരളം കഴിഞ്ഞ ഏതാനും സാഹചര്യം വരെ ഉണ്ടായിരുന്നതെന്ന് കാണേണ്ടി വന്നതും. യഥാർത്ഥത്തിൽ കേരള പോലീസിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള 2 DGP തസ്തികകളാണ് ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവിയുടേതും അതുപോലെ വിജിലൻസ് ഡയറക്ടറുടേതും. എന്നാൽ മുൻ ഭരണകാലത്ത് ഈ 2 സുപ്രധാന പദവികളും ഒരാൾക്ക് തന്നെ നൽകിക്കൊണ്ട് വിജിലൻസിൻ്റെ സ്വതന്ത്ര സ്വഭാവത്തെ തരം താഴ്ത്തുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ മറ്റു വഴികളില്ലാതെ വന്നപ്പോഴാണ് കരിയറിൽ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള മനോജ് എബ്രഹാം എന്ന ഉദ്യോഗസ്ഥനെ വിജിലൻസിൻ്റെ ഡയറക്ടറായിട്ട് നിയമിക്കാൻ അന്നത്തെ സർക്കാർ തയ്യാറായത്. മുൻ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയുടെയും കർശനമായിട്ടുള്ള നിലപാടുകൾ ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി മാത്രമായിരുന്നു മനോജ് എബ്രഹാമിന് ആ ചുമതല നൽകിയതെന്നുള്ള സംസാരവും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഭരണം മാറിയപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും കാര്യക്ഷമതയുള്ള ഈ ഉദ്യോഗസ്ഥൻ വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് തന്നെ അവിടെ തന്നെ തുടരട്ടെ എന്ന് മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും തീരുമാനിക്കുകയായിരുന്നു. അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ വിജിലൻസിനെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്താൻ ആഗ്രഹിച്ചിരുന്ന മനോജ് എബ്രഹാമിന് ആഭ്യന്തര വിജിലൻസ് മന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. വിജിലൻസിൻ്റെ പ്രവർത്തനം കൂടുതൽ ഫലപ്രദവും ശക്തവുമാക്കാൻ ദേശീയ അന്വേഷണ ഏജൻസിയായിട്ടുള്ള NIA അതുപോലെ തന്നെ CBI എന്നിവയുടെ മാതൃകയിലേക്ക് സംസ്ഥാന വിജിലൻസിനെ പുനഃസംഘടിപ്പിക്കാൻ രമേശ് ചെന്നിത്തല ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. വിജിലൻസിൻ്റെ നവീകരണം നേരത്തെ തന്നെ ലക്ഷ്യമിട്ടിരുന്ന വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു
ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുകയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അത് ഔദ്യോഗികമായിട്ട് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. NIA മാതൃകയിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് ഇനി മുതൽ പ്രത്യേക യൂണിഫോം ഉണ്ടായിരിക്കുന്നത് കൂടിയാണ്. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് തുടർന്നു പോകുന്ന വിജിലൻസ് പ്രവർത്തന രീതികളെ പൂർണ്ണമായിട്ടും പൊളിച്ചെഴുതാനാണ് പുതിയ തീരുമാനങ്ങൾ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലം പേരെടുത്തിട്ടുള്ള വലിയ അഴിമതി വേട്ടകളൊന്നും കാര്യക്ഷമമായിട്ട് നടന്നിട്ടില്ല എന്ന ആക്ഷേപം ശക്തമായി ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്കിടെ ചില റെയ്ഡ് വാർത്തകൾ പുറത്തു വരാറുണ്ടെങ്കിലും പിടിക്കപ്പെട്ടവർക്കെതിരെ പിന്നീട് എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നതെന്നുള്ളതും പൊതുജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. മുൻ ഭരണകാലത്ത് അഴിമതിക്കാർക്ക് ലഭിച്ചിരുന്ന അനാവശ്യ സംരക്ഷണമാണ് ഇതിന് കാരണമെന്ന ആക്ഷേപവും ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് MG യൂണിവേഴ്സിറ്റിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഒരു ജീവനക്കാരി പിടിയിലായപ്പോൾ താൻ വേഗത്തിൽ തിരിച്ചു വരുമെന്നും ആരും പേടിക്കേണ്ട എന്നും പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് പ്രഖ്യാപിച്ച സംഭവം നാം കണ്ടതാണ്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാമെന്ന അഴിമതിക്കാരുടെ ആത്മവിശ്വാസമാണ് അവിടെ പ്രകടമായത്. സർവീസിലിരുന്ന് കോടികൾ സമ്പാദിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലും നിസ്സാര വകുപ്പുകൾ ചുമത്തി കേസ് ഒത്തുതീർപ്പാക്കാനുള്ള സാഹചര്യമാണ് മുമ്പുണ്ടായിരുന്നത്. എന്നാൽ ഈ ജീർണതകൾക്കെല്ലാം ശക്തമായിട്ടുള്ള അഴിച്ചുപണിയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നടത്താൻ പോകുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള മാറ്റമെന്ന് പറയുന്നത് വ്യക്തിപരമായുള്ള അഴിമതികളിൽ പെടുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാൻ ഇനി മുതൽ സർക്കാരിൻ്റെ പ്രത്യേക അനുമതിക്കായിട്ട് കാത്തിരിക്കേണ്ട അവസ്ഥയില്ല, സാഹചര്യവുമില്ല എന്നുള്ളതാണ്. വിജിലൻസ് ഡയറക്ടർക്ക് സ്വന്തം നിലയിൽ തന്നെ ഇതിനുള്ള അനുമതി നൽകാം. 2002 ശേഷം വിജിലൻസ് മാനുവൽ വരുത്തുന്ന ഈ ഒരു ചരിത്രപരമായിട്ടുള്ള പരിഷ്കാരം കേരളത്തിലെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ലാകുമെന്നതിൽ സംശയമൊന്നുമില്ല. നിലവിലുള്ള കർശനമായിട്ടുള്ള നിയമനങ്ങൾ അനുസരിച്ച് അഴിമതി കേസുകളുമായിട്ട് മുന്നോട്ട് പോകാൻ വിജിലൻസിന് സർക്കാരിൻ്റെ പ്രത്യേക മുൻകൂർ അനുമതി ആവശ്യമായിരുന്നു. റെയ്ഡ് നടത്തി പ്രതികളെ കൈയോടെ പിടികൂടുകയും വ്യക്തമായിട്ടുള്ള തൊണ്ടുമുതലുകൾ കണ്ടെത്തുകയും ചെയ്താൽ പോലും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ഭരണകൂടത്തിൻ്റെ പച്ചക്കൊടി കൂടി കിട്ടേണ്ട സാഹചര്യമുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ നടന്നുള്ള വലിയ അഴിമതി കേസിൽ ആരോപണവിധേയരായിട്ടുള്ള പ്രമുഖർ ഇപ്പോഴും ഔദ്യോഗിക പദവികളിൽ തുടരുന്നതിന് കാരണവും ഇതുതന്നെയാണ്. CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ കൃത്യമായിട്ടുള്ള തെളിവുകളോടെ അഴിമതി കണ്ടെത്തിയിട്ടും പ്രോസിക്യൂഷൻ അനുമതി ലഭിക്കാൻ വൈകിയതിനാലാണ് പല കേസുകളും കോടതിയിൽ എത്താതെ പോയതെന്നും കുറ്റവാളികൾ രക്ഷപ്പെട്ടതെന്നും കൂടി പറയേണ്ടി വരും. എന്നാൽ രമേശ് ചെന്നിത്തല കൊണ്ടുവരുന്ന പുതിയ വിജിലൻസ് മാനുവൽ ഈ ഒരു കള്ളക്കളിക്ക് പൂർണ്ണ വിരാമം വിടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പുതിയ പരിഷ്കാരം അനുസരിച്ച് വ്യക്തിപരമായിട്ടുള്ള അഴിമതികളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇനി രാഷ്ട്രീയ അനുമതിക്കായിട്ട് കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. വിജിലൻസ് ഡയറക്ടർക്ക് സ്വന്തം നിലയിൽ തന്നെ ഇതിനുള്ള അന്തിമ അനുമതി നൽകുകയും ചെയ്യാം. ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്നുള്ള കൂട്ടുകൃഷിയാണ് പലപ്പോഴും അഴിമതികളെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത്. ഭരണാധികാരികൾക്ക് പിന്നീട് തങ്ങളെ രക്ഷിക്കുമെന്ന അഴിമതിക്കാരുടെ ആ ഒരു ആത്മവിശ്വാസത്തിനാണ് ഈ ഒരു തീരുമാനത്തോടു കൂടി കൂച്ചുവിലങ്ങ് വീണിരിക്കുന്നതും വലിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നതും. സർക്കാരിൻ്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രം അഴിമതിക്കാർ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കാനാണ് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇതിനേക്കാൾ മികച്ചൊരവസരം ഇനി കേരളത്തിലുണ്ടാകില്ല. അഴിമതി കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കണമെന്ന കടുത്ത നിബന്ധനയും പുതിയ നിയമപരിഷ്കരണത്തിലൂടെ നിലവിൽ വരികയാണ്. മുമ്പ് ഇതിനായി 1 വർഷത്തെ നീണ്ട കാലാവധി ഉണ്ടായിരുന്നു. സമയപരിധി പകുതിയായി ചുരുക്കുന്നതോടെ അഴിമതി കേസുകളുടെ വിചാരണ നടപടികൾ വേഗത്തിലാക്കാനും കുറ്റവാളികളായ ഉദ്യോഗസ്ഥർക്ക് എത്രയും പെട്ടെന്ന് ശിക്ഷ വാങ്ങി നൽകാനും സാധിക്കുകയും ചെയ്യും. കേരളത്തെ അഴിമതി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റാനുള്ള ചരിത്രപരമായ ഒരു തുടക്കമാണ് ഈ പരിഷ്കാരങ്ങളെന്ന് നിസ്സംശയം പറയേണ്ടിയും വരും. ഇതോടൊപ്പം തന്നെ ഒരു ഉദ്യോഗസ്ഥൻ അഴിമതി കേസിൽ പ്രതിയായാൽ അയാളുടെ കുടുംബത്തിൻ്റെയും സ്വത്ത് വിവരങ്ങളും ഭൂമി രജിസ്ട്രേഷൻ രേഖകളും നേരിട്ട് ശേഖരിക്കാനുള്ള കൂടുതൽ വിപുലമായിട്ടുള്ള അധികാരങ്ങൾ വിജിലൻസിന് പുതിയ മാനുവൽ വഴി കൈമാറുന്നുണ്ട്. ഇത് അഴിമതിയിലൂടെ സമ്പാദിക്കുന്ന കള്ളപ്പണം കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ ഏറെ സഹായിക്കുകയും ചെയ്യും. പൊതുജനങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെ അഴിമതിയെക്കുറിച്ച് എളുപ്പത്തിൽ പരാതി നൽകാനായി വിജിലൻസ് സ്വന്തമായിട്ടൊരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷനും ഉടൻ പുറത്തിറക്കും. അഴിമതിക്കിരയാകുന്നവർക്കോ അല്ലെങ്കിൽ അത് നേരിട്ട് കാണുന്നവർക്കോ തങ്ങളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതെ തന്നെ രഹസ്യമായിട്ട് പദ്ധതികൾക്ക് റിപ്പോർട്ട് ചെയ്യാനും കൃത്യമായിട്ട് നടപടികൾ ഉറപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇത്തരം വിപ്ലവകരമായിട്ടുള്ള നിയമപരിഷ്കാരത്തിലൂടെ ആഭ്യന്തര വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല ജനഹൃദയങ്ങളിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിച്ച് വയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ ലഹരി മാഫിയക്കെതിരെ ഉണ്ടാക്കിയ തരംഗത്തിന് പിന്നാലെ സംസ്ഥാന അഴിമതിയുടെ വേരിറക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞാൽ കേരള ചരിത്രത്തിൽ രമേശ് ചെന്നിത്തലയുടെ പേരുകൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതായി മാറുകയും ചെയ്യും. എന്നാൽ ഈ പോരാട്ടങ്ങൾ ഇവിടെയൊന്നും അവസാനിപ്പിക്കേണ്ടതല്ല. പൊതുജനങ്ങളെ ബാധിക്കുന്ന മറ്റൊരു വലിയ വിപത്തിനെതിരെ കൂടി ആഭ്യന്തര വകുപ്പിൻ്റെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകേണ്ടത് കൂടിയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ഇരയാക്കുന്നത് വലിയ തോതിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കാണ്. സോഷ്യൽ മീഡിയയും പൊതുസമൂഹത്തിലും നന്മമരങ്ങളായി ചമഞ്ഞു നടക്കുന്ന പല പ്രമുഖരും ഇന്ന് മണി ചെയിൻ മോഡൽ തട്ടിപ്പുകളും അതുപോലെ തന്നെ മണി ലോണ്ടറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വഴിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളെക്കാൾ അപകടകാരിയായിട്ടുള്ള രീതിയിൽ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ, നിധി കമ്പനികൾ, ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയാണ് ജനങ്ങളെ
വ്യവസ്ഥാപിതമായിട്ടും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ തട്ടിപ്പുകൾ നടത്തുന്നത് മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മറവിലാണ്. കേന്ദ്ര നിയമങ്ങളിലെ ചില ലൂപ്പ് ഹോളുകൾ ചൂഷണം ചെയ്ത് അതിൻ്റെ പേരിൽ മാത്രം മറ്റ് സംസ്ഥാന കൂടി രജിസ്ട്രേഷൻ ഒപ്പിച്ചാണ് ഇവർ കേരളത്തിൽ വല വിരിച്ചിരിക്കുന്നത്. സാധാരണക്കാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഉയർന്ന പലിശയ്ക്ക് വാഗ്ദാനം ചെയ്ത് ഇവർ നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്നത്. പല തട്ടുകളിലുള്ള ഏജന്റുമാരെ വെച്ച് അവർ വൻതുക കമ്മീഷനായിട്ട് നൽകി പിരിച്ചെടുക്കുന്ന ഈ പണമെല്ലാം നാളെ ഒരു വലിയ സാമ്പത്തിക ദുരന്തമായിട്ട് മാറുന്ന കാര്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം ചിട്ടി സാമ്പത്തിക മാഫിയകൾക്കെതിരെ കൂടി ആഭ്യന്തര വകുപ്പിൻ്റെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകേണ്ടതും ഏറ്റവും അത്യാവശ്യ കാര്യം കൂടിയാണെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു.